ഇന്നലെ F1 ഒരു പ്രീമിയർ ഷോ ഉണ്ടായിരുന്നു ട്രിവാൻഡ്രം ഐമാക്സിൽ. ഒട്ടുമിക്ക ഐമാക്സിലും ഇന്നലെ ഷോ ഉണ്ടായിരുന്നു. ശരിക്കും മൂവി റിലീസ് ആവുന്ന നാളെയാണ്. ആൻഡ് സിനിമ കണ്ടിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ചോദിക്കുവാണെങ്കിൽ ഇസ് ജസ്റ്റ് ഫ്രീക്കിംഗ് അമേസിംഗ്. ഒരു കിടിലം പടമാണ്. റേസിംഗ് മൂവീസിലെ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അമ്മാതിരി ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ലെവൽ എന്നൊക്കെ പറഞ്ഞാൽ ടോപ്പ് ലെവൽ മൂവി. ഈ ഒരു മൂവി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഈ ഒരു മൂവി തീർച്ചയായിട്ടും നിങ്ങൾ ഐമാക്സിൽ തന്നെ കണ്ടിരിക്കണം. ഒരു നോർമൽ തിയേറ്ററിൽ അല്ലെങ്കിൽ നോർമൽ സ്ക്രീനിലൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടത്തില്ല. ഈ മൂവി കംപ്ലീറ്റ്ലി ഷൂട്ട് ചെയ്തത് ഐമാക്സ് ക്യാമറയിലാണ്. അതുകൊണ്ട് തന്നെ ഐമാക്സ് സ്ക്രീനിൽ ആ ഒരു ക്രോപ്പ് ഒന്നും ഇല്ലാതെ ഫുൾ സ്ക്രീനിൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അത് വേറെ ലെവലാണ്. ഐമാക്സ് ടിക്കറ്റ്സിന്റെ റേറ്റ്സ് ഒക്കെ കൂടുതലാണ്. എല്ലാ സ്ഥലത്തും ഐമാക്സ് ഇല്ല, ഐ നോ ദാറ്റ്. പക്ഷേ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി എത്ര ദൂരം ട്രാവൽ ചെയ്താലും കുറച്ച് പൈസ ചെലവാക്കിയാലും ഒരു കുഴപ്പമില്ല. ഞാൻ എഴുതി തരാം, ഇത് വെർത്താണ്. അതും ആ ഒരു ഐമാക്സ് എക്സ്പീരിയൻസ് നിങ്ങൾ ലൈഫിൽ കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് ഐമാക്സ് മൂവി എന്ന് വേണമെങ്കിൽ നിങ്ങൾ പറയും. ആ ലെവലായിട്ടുള്ള ഒരു മൂവിയാണ്. ഒരുപാട് കാർ റേസിംഗ് മൂവീസും ഫോർമുല 1 മൂവീസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇനി വരാൻ പോകുന്ന മൂവീസ് കമ്പയർ ചെയ്യണത് F1 ആയിട്ടായിരിക്കും. കാരണം അമ്മാതിരി ലെവൽ പടമാണ്. ഈ ഒരു മൂവിയുടെ റേഞ്ച് എന്താണെന്നുള്ളത് നിങ്ങൾ തിയേറ്ററിൽ പോയി നിങ്ങൾ കണ്ട് പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ടോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ആ ഫോർമുല 1 വേൾഡ് ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് നിങ്ങൾ ഇങ്ങനെ പോയി ഒരു എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ചു വരും. ആ ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടും. ഹാറ്റ്സ് ഓഫ് ടു ദ ഡയറക്ടർ ജോസഫ് ക്വസ്റ്റ്യൻസ്കി. കാരണം മൂപ്പര് നല്ല അടിപൊളിയായിട്ടാണ് ഈ സിനിമ ഡയറക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. മൂപ്പര് ആരാന്ന് എല്ലാവർക്കും അറിയാമല്ലോ. മുന്നത്തെ മൂവീസ് എടുത്ത് നോക്കിയാൽ മതി, ആരാന്ന് മനസ്സിലാവും. ടോപ്പ് ഗൺ മാവറിക്, ഒബുലിൻ ആൻഡ് ട്രോൺ ലെഗസി. ആൻഡ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറി തന്നെയാണ്. നമ്മൾ മിക്ക കാർ റേസിംഗ് മൂവീസിലും കാണുന്ന പോലെ ഒരു ഡ്രൈവർ വരും, അയാൾ ഒരു ടൂർണമെന്റിൽ ജോയിൻ ചെയ്യുമ്പോൾ ആ ഒരു ടൂർണമെന്റ് വിൻ ചെയ്യും. അത്ര സിമ്പിൾ ആയിട്ടുള്ള, അത്ര ലീനിയർ ആയിട്ടുള്ള, സ്ഥിരം നമ്മൾ ഒരുപാട് കാലമായിട്ട് കണ്ടു വന്ന റേസിംഗ് മൂവീസിലുള്ള അതേ സ്റ്റോറി തന്നെയാണ്. പക്ഷേ ഈ ഒരു മൂവിയുടെ ഹൈലൈറ്റ് അല്ലെങ്കിൽ ഈ ഒരു മൂവി എന്തുകൊണ്ട് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണമെന്ന് ചോദിച്ചാൽ ഇതിന്റെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ സിനിമ എന്ന ഒരു മാജിക്കൽ വേൾഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു മൂവി ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. കാരണം ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് ഐമാക്സ് മൂവീസ് കണ്ടിട്ടുണ്ട്. ഒരുപാട് ഐമാക്സ് ട്രിവാൻഡ്രം വന്നതിന് ശേഷം മിക്ക ഹോളിവുഡ് മൂവീസും അതിപ്പോൾ ഷോർട്ട് ഓൺ ഐമാക്സ് ആയാലും ശരി, ഐമാക്സ് കൺവേർട്ടബിൾ ആണെങ്കിലും ഞാൻ പോയി ഐമാക്സിലെ കാണത്തുള്ളൂ. എന്നൊന്നും അറിയത്തില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടം ഐമാക്സ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്. എൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഓപ്പൺഹൈമർ, ഡ്യൂൺ ആൻഡ് ഇന്റർസ്റ്റെല്ലർ ആണ്. ഞാൻ ടോപ്പ് ഗൺ മാവറിക് ഐമാക്സിൽ കണ്ടിട്ടില്ല. റിലീസ് പോലും എനിക്ക് കാണാൻ പറ്റിയില്ല. അത് ഞാൻ ഇന്നും റിഗ്രറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി എന്നാണോ മൂവി ഐമാക്സിൽ റിലീസ് ചെയ്യുന്ന അന്ന് ഫസ്റ്റ് ഷോ കണ്ടിരിക്കും. സോ ഈ ഒരു ഇത്രയും മൂവീസ് എൻ്റെ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു ഐമാക്സിൽ. സോ അതിനുശേഷം വൺ ഓഫ് ദ ബെസ്റ്റ് ഐമാക്സ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന F1 തന്നെയാണ്. നമ്മൾ ആ ഒരു F1 വേൾഡ്, ഇപ്പം F1 ഫോർമുല കാർ റേസിംഗ് ഇഷ്ടമുള്ളവർക്ക് നിങ്ങൾക്ക് അറിയാം ആ ഒരു F1 റേസിംഗ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്. സോ ആ ഒരു വേൾഡിലോട്ട് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു മൂവിയാണ്. ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെന്റ് എടുത്ത് പറയണം. കാരണം അമ്മാതിരി പണി എടുത്തിട്ടുണ്ട് ഓരോ ഡിപ്പാർട്ട്മെന്റ്. സിനിമാറ്റോഗ്രാഫി ആയാലും, എഡിറ്റിംഗ് ആയാലും, മ്യൂസിക് ആയാലും, കളറിംഗ് ആയാലും, ഓരോ ഡിപ്പാർട്ട്മെന്റും അവരുടെ ബെസ്റ്റ് ഈ ഒരു മൂവിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഈ ഒരു എൻ്റയർ മൂവി കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിൽ എസ്പെഷ്യലി സിനിമാറ്റോഗ്രാഫി ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞാൽ ഓരോ ഷോട്ടും ഫ്രെയിം ബൈ ഫ്രെയിം ലെവൽ ഐറ്റമാണ്. ഈ ഒരു മൂവിയുടെ സിനിമാറ്റോഗ്രാഫർ എന്ന് പറയുന്നത് ക്ലാഡിയോ മിറാണ്ടയാണ്. നമ്മുടെ ടോപ്പ് ഗൺ മാവറിക്കിന്റെ സിനിമാറ്റോഗ്രാഫറാണ്. പുള്ളിക്കാൻ ഈ സിനിമ കഴിഞ്ഞുകൊണ്ട് ഇനി കുറച്ചു കാലത്തേക്ക് ബ്രേക്ക് ആയിരിക്കും. കാരണം അമ്മാതിരി പണി എടുത്തിട്ടുണ്ട് ഈ സിനിമയിൽ. എങ്ങനെയൊക്കെ ഈ ഫ്രെയിംസ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഷോട്ട് എടുത്തൊന്നും ഒരു പിടുത്തമില്ല. ഒരു കാർ റേസിംഗിൽ ഇപ്പോൾ ഒരു ഫോർമുല 1 ഷോട്ട് എടുക്കുവാണ്, നമ്മൾ എങ്ങനെയൊക്കെ ഷോട്ട് കാണുന്ന ഒരു ബാക്ക് ഷോട്ട്, ഒരു ഫ്രണ്ട് ഷോട്ട്, ഒരു ടോപ്പ് അല്ലെങ്കിൽ ഒരു വൈഡ്, തീർന്നു. പക്ഷെ ഈ ഒരു സിനിമയിൽ ക്യാമറ എവിടെയൊക്കെ കൊണ്ട് വെക്കാൻ പറ്റും അവിടെയൊക്കെ മൂപ്പര് വെച്ചിട്ടുണ്ട്. ഒരു POV ഷോട്ട് കാണും, ഒരു ടേണിംഗിൽ തന്നെ ഒരു 10-500 ഷോട്ട് കാണും, ഒരു വൈഡ് കാണും. ടേണിംഗ് ചെയ്യുമ്പോൾ വേറൊരു കാറിന്റെ POV നിന്ന് കാണാൻ പറ്റും, അല്ലെങ്കിൽ വേറൊരു സൈഡിൽ നിന്ന് കാണാൻ പറ്റും, അല്ലെങ്കിൽ കാറിന്റെ അകത്ത് തന്നെ ഒരുപാട് ഷോട്ട്സ്, ഡ്രൈവറിന്റെ POV, കാറിന്റെ ഓരോ ഏരിയാസ്, ഓരോ സൈഡിൽ നിന്നും. എന്റെ മോനെ എടുത്തു പറയാൻ പോലും എനിക്ക് പറ്റുന്നില്ല, അമ്മാതിരി ഷോട്ട്സ് ഉണ്ട്. ഒരു 10-500 ക്യാമറ വെച്ച് കാണും ആ ഒരു കാറിൽ തന്നെ, ആ ഒരു ഏരിയ, ആ ഒരു ട്രാക്കിൽ തന്നെ അതിനേക്കാളും ക്യാമറ കാണാം. അമ്മാതിരി ലെവലോ ഷോട്ട് എടുത്തിട്ടുണ്ട്. റേസിംഗ് നേരിട്ട് കാണുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും. അതും നമുക്കറിയാം ഓഫ്കോഴ്സ് ആ അടുത്ത് എന്ത് നടക്കാൻ പോകുന്നു. പക്ഷെ അതിന്റെ ഒരു മേക്കിംഗ് അല്ലെങ്കിൽ അതിന്റെ സിനിമാറ്റോഗ്രാഫിയിൽ നമ്മൾ ഭയങ്കര ബ്ലെൻഡ് ആയിട്ട് നമ്മൾ ആ ഗ്രിപ്പിൽ കൊണ്ട് നിൽക്കുക. ആ ലെവലായിട്ടുള്ള ഒരുപാട് ഷോട്ട്സ് ഉണ്ട്. വിഷ്വൽ വാസ് ലൈക്ക് അമേസിംഗ്, ടോപ്പ് ലെവലാണ് ഈ ഒരു മൂവിയിൽ. ആൻഡ് ഈ ഒരു മൂവിയുടെ എഡിറ്റിംഗ് ഓൾസോ, സിനിമാറ്റോഗ്രാഫി എങ്ങനെയാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് ഏത് ലെവലാണ് നിൽക്കുന്നത് അതേ ലെവലിൽ തന്നെ എഡിറ്റിംഗ് വന്നിട്ടുണ്ട്. കാരണം ഈ ഒരു മൂവിയുടെ സിനിമാറ്റിക് എക്സ്പീരിയൻസ് നമ്മൾ ഫീൽ ചെയ്യാൻ മേജർ റീസൺ എന്ന് പറയുന്നത് എഡിറ്റർ തന്നെയാണ്. ആ ഓരോ ഷോട്ട്സും അത് എവിടെ യൂസ് ചെയ്യണം, എത്രമാത്രം യൂസ് ചെയ്യണം, എവിടെ ട്രിം ചെയ്യണം, എങ്ങനെ ഇത് പ്രസന്റ് ചെയ്യണം, അല്ലെങ്കിൽ ഓരോ ഷോട്ട് എവിടെ പ്ലേസ് ചെയ്യണം, എല്ലാ കാര്യങ്ങളും കാണുന്ന ഓരോ ഓഡിയൻസിന് ആ ഓരോ സീക്വൻസും മനസ്സിൽ പതിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു എൻഗേജിംഗ് ഫാക്ടറും അല്ലെങ്കിൽ ഓരോ സീക്വൻസിന്റെ വിഷ്വൽസും എല്ലാം നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു സ്ട്രക്ചറിലാക്കുന്ന എഡിറ്ററാണ്. ആൻഡ് ഈ ഒരു മൂവിയുടെ മ്യൂസിക് ആയിരിക്കുന്ന ഹാൻസ് സിമ്മറാണ്. അത് പിന്നെ എടുത്തു പറയണം. കാരണം ആ ഒരു എൻ്റയർ മൂവിയിൽ ആ ഒരു മ്യൂസിക്കിനെ ബ്ലെൻഡ് ആയിട്ട് അടിപൊളിയായിട്ട് ഒരു എക്സ്പീരിയൻസ് ആണ് തന്നിരിക്കുന്നത്. ആൻഡ് അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ ഒരു മൂവിയുടെ സൗണ്ട് മിക്സിംഗ്. ഒരു രക്ഷയില്ലാത്ത സൗണ്ട് മിക്സിംഗ്. അതായത് F1 ഫോർമുല കാസിന്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് അല്ലെങ്കിൽ കാർ റേസിംഗ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം. കാരണം ഞാനൊരു F1 ഫോർമുല ഫാനാണ്. സോ ആ ഒരു ഫുൾ ട്രാക്ക് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഒരു വൈറ്റ് ഷോട്ടാന്ന് വെച്ചാൽ ഒരു ഏരിയ, ഒരു ടോപ്പ് ആംഗിളും ആയിരിക്കും. നമ്മൾ ആ ഒരു ഓഡിയൻസിന്റെ സൈഡ് നോക്കുമായിരിക്കും. പെട്ടെന്ന് ഒരു കാറ് പാസ് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് ഉണ്ട്. അതായത് ആ ഒരു ഏരിയയിൽ ഒരു കാർ കാണത്തില്ല, അവിടെ നിന്ന് ദൂരെ നിന്ന് വരുമായിരിക്കും, വന്ന ഒരു പാസിംഗ് ഉണ്ട്. നമ്മുടെ നെഞ്ചിൻ്റെ അകത്തൊരു ഇടി കേൾക്കുമല്ലോ ഈ സൂപ്പർ കാർസ്, സൂപ്പർ ബൈക്സ് ഒക്കെ പാസ് ചെയ്ത് പോകുമ്പോൾ. അതിന്റെ ഒരു ഡീറ്റെയിലിംഗ്, അല്ലെങ്കിൽ
അല്ലെങ്കിൽ ആ ഒരു എഞ്ചിന്റെ സൗണ്ട് അല്ലെങ്കിൽ ആ ഒരു POV ഷോട്ട് വരുമ്പോൾ ആ മെക്കാനിസം, ആ ഒരു സ്വിച്ചിന്റെയും സ്റ്റിയറിംഗിന്റെ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഷോട്ട്സിന്റെ സൗണ്ട്, ഡീറ്റെയിൽ അറ്റ് ദ പീക്ക്, ആ ലെവൽ ഓഫ് സൗണ്ട് മിക്സിംഗ് ആയിരുന്നു. ഈ ഒരു മൂവി ഫുള്ളി ഷോട്ട് ഓൺ IMAX ഡിജിറ്റൽ ക്യാമറയിലാണ്. അതുകൊണ്ട് തന്നെ ക്രോപ്പും കാര്യങ്ങളൊന്നുമില്ല. ചില മൂവീസൊക്കെ IMAXലും അല്ലെങ്കിൽ നോർമൽ ക്യാമറാസിലൊക്കെ ഷൂട്ട് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ ചില മൂവീസിൽ ചില സീക്വൻസ് മാത്രം അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ആ ഒരു ക്രോപ്പ് മാറിയിട്ട് പെട്ടെന്ന് ഒരു ഫുൾ സ്ക്രീൻ ആവും. അതുപോലെ റീസെന്റ് നമ്മൾ ആ ഒരു മിഷൻ ഇമ്പോസിബിൾ ഉണ്ടായിരുന്നു, ആൻഡ് ഇൻഡസ്ട്രിയൽ ആയാലും അങ്ങനെയാണ്. ആ ഒരു സ്പേസിലെ സീക്വൻസ് ഒക്കെ IMAXലായതുകൊണ്ട് ആ ഒരു ക്രോപ്പ് മാറിയിട്ട് നേരെ ആ ഒരു ഫുൾ റേഷ്യോയിലോട്ട് പോകും. പക്ഷേ ഈ ഒരു മൂവി അങ്ങനെയല്ല, ഫുള്ളി ഷോട്ട് ഓൺ IMAX ആയതുകൊണ്ട് തന്നെ അങ്ങനെ ക്രോപ്പും കാര്യങ്ങളും ഇടയ്ക്ക് വെച്ച് കൺവേർട്ട് ആവുന്ന അങ്ങനെയൊന്നുമില്ല. ഫുൾ സ്ക്രീനായിട്ട് ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെ സിനിമ തരുന്നുണ്ട്. എസ്പെഷ്യലി ആ ഒരു F1ന്റെ ഒരു POV ഷോട്ട്സിൽ അല്ലെങ്കിൽ ട്രാക്കിലൊക്കെ വരുമ്പോൾ ഉള്ള ഒരു ഫീൽ എന്ന് പറയുന്നത് അത് എങ്ങനെ പറഞ്ഞറിയിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ദിസ് മൂവി ഇൻ തിയേറ്റേഴ്സ്, അത്ര എനിക്ക് പറയാനുള്ളൂ. ഞാൻ എഴുതി തരാം, ഈ ഒരു മൂവി നിങ്ങൾ IMAXിൽ പോയി കണ്ടു നോക്കണം. ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരിക്കും. ഈ ഒരു സിനിമ നിങ്ങൾ IMAXിൽ മിസ് ചെയ്താൽ, ഞാൻ ഇന്ന് ടോപ്പ് ഗൺ മാവറിക് കാണാതെ വിഷമിക്കുന്ന പോലെ നിങ്ങൾ ഒരുപാട് കാലം വിഷമിക്കേണ്ടി വരും. ആ ഒരു സിനിമ എങ്ങനെയെങ്കിലും ഒന്ന് IMAXിൽ ഒന്നും കൂടി റിലീസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. പക്ഷേ ഈ ഒരു സിനിമ ഒരിക്കലും മിസ് ചെയ്യരുത്. അതിനിപ്പോൾ എത്ര ദിവസം ആയിട്ടാണെങ്കിലും IMAXിൽ ഈ ഒരു മൂവി എന്നുവരെ ഉണ്ടോ അതുവരെ ട്രൈ ചെയ്ത് ടിക്കറ്റ് എടുത്ത് അവിടെ തന്നെ പോയി കാണുക. നോർമൽ സ്ക്രീനിൽ ഒരിക്കലും, നോർമലായാലും 4DXലായാലും അവിടെ ഒന്നും കണ്ടിട്ട് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടത്തില്ല. ഞാൻ ആ സിനിമ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ ഒരു F1 വേൾഡിലോട്ട് പോയിട്ട് സിനിമ എൻഡ് ചെയ്തപ്പോൾ പുറത്തിറങ്ങിയ ഒരു ഫീൽ ആയിരുന്നു. അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ മൂവി IMAXിൽ തന്നെ കാണണം. നിങ്ങളൊരു ഫോർമുല 1 ഫാൻ ആണെങ്കിൽ ഒരു അടിപൊളി ട്രീറ്റ് സിനിമയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. റിയൽ ലൈഫിലുള്ള ഒരുപാട് റേസസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഫോളോ ചെയ്തവരാണെങ്കിൽ ചിലപ്പോൾ ജസ്റ്റ് ഒരു ആളിങ്ങനെ പാസ് ചെയ്യുമ്പോൾ പോലും നിങ്ങൾക്ക് ഇത് ആരാന്ന് മനസ്സിലാവത്തില്ല. പക്ഷേ ഒരു F1 ഫോർമുല ഫാൻ ആണ് അല്ലെങ്കിൽ F1 റേസസ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷനിലെ റേസർ തൊട്ട് ലെജൻസിന് വരെ നിങ്ങൾക്ക് ഈ സിനിമയിൽ ജസ്റ്റ് പാസിംഗ് ഷോട്ടിലൊക്കെ കണ്ടുപോകാൻ പറ്റും. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, ആരൊക്കെ ഞാൻ പറയുന്നില്ല. ആൻഡ് ഓഫ് കോഴ്സ് ഈ മൂവിയുടെ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ലൂയിസ് ഹാമിൽട്ടൺ ആണ്. പുള്ളിക്കാരൻ വരുന്നുണ്ട്. മൂപ്പരൊരു സീനിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പാസിംഗ് ഷോട്ട് ആണെങ്കിലും ആ ഒരു തിയേറ്ററിൽ ഒരു ഓളം ഉണ്ട്. അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ഒരു മൂവിയിൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയെന്ന് പറയുന്നത്, നമ്മൾ സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒരു F1 വേൾഡിലോട്ട് നമ്മൾ കയറുവാണ്. എനിക്ക് എന്തായാലും ഒരു F1 റേസസ് നേരിട്ട് പോയി കാണാനൊന്നും എനിക്ക് പറ്റത്തില്ല. ഈ അടുത്ത കാലത്തൊന്നും പറ്റത്തില്ല, പറ്റുമോ ഫ്യൂച്ചറിൽ എനിക്ക് അറിയത്തില്ല. ഭയങ്കര ഇഷ്ടമുള്ള റേസിംഗ് ആണ്. ഞാനത് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചാൽ ഞാൻ ഭയങ്കര ഒരു ഫാൻ ഫോളോയിങ്ങോ അല്ലെങ്കിൽ ഒരു റേസ് പോലും മിസ് ചെയ്യാതിരുന്ന് കാണുന്ന ആളെന്നല്ല. എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാർ റേസസും അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഇവന്റ്സ് ഒക്കെ ആണെങ്കിൽ ആയിരുന്നു കാണാം. അത്ര വലിയ ഫാൻ ഫോളോയിങ് ഒന്നും അല്ലെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫോർമുല 1 റേസിംഗ് ഒക്കെ. എന്തെങ്കിലും ഒന്ന് പോയി നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഫോർമുല 1 ആയാലും ശരി, ഫുട്ബോൾ ആയാലും ശരി. ഫുട്ബോളാണെങ്കിൽ റയൽ മാഡ്രിഡിന്റെ ഒരു മാച്ച് ബെർണബ്യൂവിൽ സ്റ്റേഡിയത്തിൽ പോയിരുന്ന് കാണണം, അത്രേ ഉള്ളൂ. ആഗ്രഹം ഒരു സിനിമയിലൂടെ സാധിച്ചെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ ഒരു വേൾഡിലോട്ട് ഇങ്ങനെ നമ്മൾ കയറി ഇറങ്ങുമ്പോൾ ഫീൽ അത് വേറെ ലെവൽ തന്നെയാണ്. ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽ, അതിപ്പം ആ ഒരു റേസിംഗ് ട്രാക്കിൽ നടക്കുന്ന ഇവന്റ്സ് ആയാലും, ആ റേസിംഗ് ടൈമിലുള്ള ഡ്രൈവറിന്റെ ആ ഒരു സിറ്റുവേഷൻ ആയാലും, ആ ഒരു ടൈമിൽ അവരുടെ ടീം ഷെയർ ചെയ്യുന്ന തോട്ട്സ് ആയാലും, അല്ലെങ്കിൽ എങ്ങനെയാണ് റേസിംഗ് ടൈമിൽ ഇവരുടെ ഇന്ററാക്ഷൻസ് അല്ലെങ്കിൽ പിറ്റ് സ്റ്റോപ്പിൽ നടക്കുന്ന പ്രോസസ് ആയാലും, അതൊക്കെ അത്ര ഡീറ്റെയിൽ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അത് എസ്പെഷ്യലി പിറ്റ് സ്റ്റോപ്പിലുള്ള ഒരു സീക്വൻസ് ഉണ്ട്. പിറ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ അറിയാലോ, കാർ ഒരു 2-3 ലാപ്പ് കഴിയുമ്പോൾ വരും, ഒരു ടയർ ചേഞ്ച് ചെയ്യാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോസസ്സിനായിട്ട് വരും. സോ ആ ഒരു പിറ്റ് സ്റ്റോപ്പിലുള്ള ഒരു ഡീറ്റെയിലിംഗ്, അതായത് പിറ്റ് സ്റ്റോപ്പിൽ വിത്തിൻ സെക്കൻഡ്സ്, അതിപ്പോൾ 2-3 മാക്സിമം 7-10 സെക്കൻഡ്സിനകത്ത് വണ്ടി ഫുള്ള് പണി ചെയ്ത് അത്ര ആൾക്കാർ വെയിറ്റിംഗ് ആയിരിക്കും. വന്നതും ടയറും ബാക്കി എന്തൊക്കെ ഒരു മൈക്കിൽ കൂടി ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും, വരും, സ്പോട്ടിൽ ചേഞ്ച് ചെയ്യും, കാർ അങ്ങ് ട്രാക്കിലോട്ട് കയറും. പക്ഷേ ഈ സിനിമയിൽ ഡീറ്റെയിൽ ആയിട്ട്, അതും സ്പീഡ് തന്നെയാണ്, പക്ഷേ ഓരോ കാര്യങ്ങളും ആൾക്കാരൊക്കെ എന്ത് ചെയ്യും അല്ലെങ്കിൽ അവർ ഇൻസ്ട്രക്ഷൻസ് എങ്ങനെയാണ് കൈമാറുന്നത് അല്ലെങ്കിൽ എന്താണ് ചേഞ്ച് ചെയ്യേണ്ടത്, ഓരോ ലാപ്പിൽ എന്തൊക്കെ പറ്റും, അതിപ്പോൾ ടയറിലായാലും വണ്ടിയുടെ ബോഡി പാർട്സിലായാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലം ആയാലും എല്ലാം ഇവർ ഷെയർ ചെയ്യുന്നതും അല്ലെങ്കിൽ അവിടെ എത്തുമ്പോൾ അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നതും എല്ലാം പക്ക നമ്മൾ ആ ഒരു വേൾഡിൽ അല്ലെങ്കിൽ നമ്മൾ ആ പിറ്റ് സ്റ്റോപ്പിൽ അല്ലെങ്കിൽ നമ്മൾ ആ ട്രാക്കിൽ ആ ഒരു ടീമിൻ്റെ കൂടെ ഒരു പോയി നിൽക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാണോ അങ്ങനത്തെ രീതിയിലാണ് ഈ സിനിമയിൽ ഓരോ കാര്യങ്ങളും കാണിച്ചിരിക്കുന്നത്. നമ്മൾ ആ ഒരു ടീം മീറ്റിംഗ് നമ്മൾ അവരോട് ഇരിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ ആ പിറ്റ് സ്റ്റോപ്പിൽ നിൽക്കുന്നതും ആ ഒരു കാറിൻ്റെ നമ്മൾ കൂടെ ഇരുന്ന് ഡ്രൈവ് ചെയ്യുന്ന അങ്ങനത്തെ ഫീൽ കിട്ടും. ഞാൻ ചുമ്മാ പറയല്ല, നിങ്ങൾ ഈ സിനിമ പോയി കാണുമ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളെ എക്സ്പീരിയൻസ് ചെയ്യും. IMAXിൽ തന്നെ കാണണം. IMAXിൽ കാണുമ്പോൾ അതൊരു വേറെ ലോകത്തിൽ നിങ്ങളെ കൊണ്ടെത്തിക്കും. അത് ഈ സിനിമയ്ക്ക് മാത്രം പറ്റുന്നൊരു പവറാണ്. അത് അടിപൊളിയായിട്ട് തന്നെ സിനിമയിൽ വർക്കാവുന്നുണ്ട്. എനിക്ക് ലാസ്റ്റ് ഒരു IMAXിൽ ഇങ്ങനെ സിനിമ കണ്ടിട്ട് ഭയങ്കര രീതിയിൽ ഞാൻ ആ സിനിമയായിട്ട് എന്താ പറയുക, സിനിമ തീരണ്ട അല്ലെങ്കിൽ എനിക്ക് ഇനിയും കാണണം അല്ലെങ്കിൽ ആ ഒരു തിയേറ്റർ എനിക്ക് വേറെ ഏതൊരു എന്താ പറയുക ഒരു ഡൈമെൻഷൻ ആയിട്ട് വേറെ ലോകമായിട്ടൊക്കെ തോന്നിയൊരു സിനിമയാണ് ഇൻഡസ്ട്രിയൽ ഡ്യൂണൊക്കെ. ആ ഒരു ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഒരു റേസിംഗ് ഫിലിം IMAXിൽ കാണുന്ന ഗ്രാൻഡ് ടൂറിസ്മോ ആണ്. അതൊരു റിയൽ ലൈഫ് സ്റ്റോറിയാണ്, ഒരു റേസറിന്റെ റിയൽ ലൈഫിൽ നടന്നിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ആ ഒരു മൂടെ മേക്കിങ്ങിലായാലും സ്റ്റോറി ആയാലും രണ്ടും ഒരേ ലെവലായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസും അടിപൊളിയായിരുന്നു. അത് ഞാൻ IMAXിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, റേസിംഗ് മൂവീസിൽ ഇതാണ്ട ബെസ്റ്റ്. പക്ഷെ അതിനെ കടത്തി വെട്ടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഇതിന്റെ മേളിൽ വേറൊരു മൂവി കൊണ്ട് ഈ അടുത്ത കാലത്തൊന്നും വെക്കാൻ പറ്റത്തില്ല. ആ ലെവലിൽ മേക്ക് ചെയ്തിട്ടുള്ള മൂവിയാണ്. കാരണം സിനിമ കഴിഞ്ഞ ആ ഒരു തിയേറ്ററിൽ ക്രെഡിറ്റ്സിനൊക്കെ പോയി ഇങ്ങനെ ലേറ്റ് ഒക്കെ വരുമ്പോഴാണ് ഓക്കെ നമ്മൾ തിയേറ്ററിൻ്റെ അകത്തിരുന്ന ഒരു ഫീല്. അതുവരെ നമ്മൾ ആ ഒരു എന്താ പറയുക F1 വേൾഡിൻ്റെ അകത്ത് ഇങ്ങനെ പോകുന്ന ഒരു ഫീലാണ്. അത് ഒരു രക്ഷയില്ല. കാരണം ഈ ഒരു മൂവി എൻ്റെ ഷൂട്ട് ചെയ്തിരിക്കുന്ന റിയൽ F1 ട്രാക്സിലൊക്കെ തന്നെയാണ്. ആ ഒരു കാറായാലും ഡ്രൈവേഴ്സ് ആയാലും എല്ലാം റിയലാണ്, അല്ലാതെ CG ഒന്നും എവിടെ യൂസ് ചെയ്തിട്ടില്ല. ആ ഒരു കാർ റേസിംഗ് ഇവന്റ്സ് ഒക്കെ പക്കയായിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതാണ് ഞാൻ ഓൾറെഡി പറഞ്ഞ സിനിമോട്ടോഗ്രാഫിയുടെ കാര്യം. CG ഒന്നും റേസിംഗ് സീക്വൻസിലൊന്നും എവിടെയും യൂസ് ചെയ്തിട്ടില്ല. ചിലപ്പോൾ ഒരു ആക്സിഡൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഏരിയാസിൽ CG യൂസ് ചെയ്ത് കാണും. പക്ഷേ ബാക്കി എല്ലാ കാര്യങ്ങളും റിയലാണ്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഫീലും എക്സ്പീരിയൻസും കിട്ടുന്നത്. ഓവറോൾ ഒരു അടിപൊളി മൂവിയാണ്. കാർ റേസിംഗ് മൂവീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു
ലൈഫ് ടൈം എക്സ്പീരിയൻസ് തന്നെയാണ് F1 എന്ന് പറയുന്നത്. അത്ര കിടിലോട്ടുള്ള മേക്കിംഗ് പ്രസന്റേഷനാണ് ഈ ഒരു മൂവിയുടെ. നിങ്ങൾ ഐമാക്സിൽ പോയി സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്. ഇത് ഐമാക്സിൽ തന്നെ പോയി കാണണം, വേറെ ഒരു നോർമൽ തിയേറ്ററിൽ പോയി കാണരുത്. അടുത്ത ഐമാക്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒന്ന് ട്രാവൽ ചെയ്ത് പോയി കണ്ടോ, അതിനുള്ളത് ഈ സിനിമയിലുണ്ടോ. സോ ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ദിസ് മൂവി ആൻഡ് ഫീൽ ദ എക്സ്പീരിയൻസ്. അത്ര എനിക്ക് പറയാനുള്ളൂ. സോ നാളെയാണ് മൂവിയുടെ ഒഫീഷ്യൽ റിലീസ് ഡേറ്റ്. സോ എന്തായാലും എല്ലാവരും പോയി കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യും. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.